ആശാവർക്കർമാരുടെ സമരത്തോടുള്ള സർക്കാരിന്റെ നിഷേധാത്മക സമീപനത്തിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ നിന്ന് വാക്കൌട്ട് നടത്തി പ്രതിപക്ഷം. സമരത്തോട് പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചല്ല സർക്കാരിനുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. സഭയിൽ വിഷയം സബ്മിഷനായി ഉന്നയിച്ച പ്രതിപക്ഷം അതേസമയം സമരക്കാരുടെ നിർബന്ധ ബുദ്ധിയും ശാഠ്യവുമാണ് ചർച്ച നീണ്ടുപോവാൻ കാരണമെന്നാണ് മന്ത്രി എം.പി. രാജേഷ് സബ്മിഷന് മറുപടിയായി പറഞ്ഞത്. കൂടുതൽ വിവരങ്ങളുമായി പി.എസ്. വിനയ സഭയിൽ നിന്നും ചേരുന്നുണ്ട്. വിനയ, ആശാവർക്കർമാരുടെ സമരത്തോടുള്ള ഭരണപക്ഷത്തിന്റെ ഒരു നിഷേധാത്മക നിലപാട് കാരണമാണ് ഇപ്പോൾ പ്രതിഷേധിച്ച് വാക്കൌട്ട് നടത്തിയിരിക്കുന്നത്. എങ്ങനെ സഭാ നടപടികൾ എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? ആശാവർക്കർമാരുടെ സമരം തീർക്കാനായി സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സബ്മിഷനാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉന്നയിച്ചത്. അതിന് മറുപടി നൽകിയത് എക്സൈസ് മന്ത്രി എം.പി. രാജേഷാണ്. നേരത്തെയുള്ള സംസ്ഥാന സർക്കാരിന്റെ അതേ വാദം തന്നെ മന്ത്രി എം.പി. രാജേഷും സഭയിൽ മറുപടിയായി പറയുകയാണ് ചെയ്തത്. അതായത് ആശാവർക്കർമാരുടെ സമരത്തോട്, അവരുടെ ആവശ്യങ്ങളോട് എല്ലാ കാലത്തും, സമരം തുടങ്ങിയ കാലത്തും അതിനു മുമ്പും സംസ്ഥാന സർക്കാരിന് അനുഭാവപൂർണ്ണമായിട്ടുള്ള സമീപനം തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം പ്രതിപക്ഷ നേതാവ് പലവട്ടം ഉന്നയിച്ചപ്പോൾ എല്ലാം തന്നെ മുഖ്യമന്ത്രി ആ വിഷയത്തിൽ ഇടപെടണം, അല്ലെങ്കിൽ അവരുമായി ചർച്ച നടത്തണം എന്നുള്ളൊരു നിലപാടിലേക്ക് പോയത്. പക്ഷേ സമരക്കാരുമായി ചർച്ച നടത്തുമ്പോൾ അവരുടെ നിർബന്ധ ബുദ്ധിയും അതോടൊപ്പം തന്നെ ശാഠ്യവുമാണ് ഈ സമരം നീട്ടിക്കൊണ്ടുപോകാൻ കാരണമായിട്ടുള്ളത്. ഈ സമരത്തെ നയിക്കുന്ന ആളുകൾക്ക് ചില രാഷ്ട്രീയ ഉദ്ദേശങ്ങളുണ്ട്. അവരുടെ രാഷ്ട്രീയ ഉദ്ദേശങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. സമരക്കാരോടോ സമരക്കാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളോടോ സംസ്ഥാന സർക്കാരിന് യാതൊരു എതിർപ്പുമില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ സമരം തുടർന്നു പോകുന്നത് എന്നുള്ള മറുപടിയാണ് എം.പി. രാജേഷ് നൽകിയത്. അതായത് സമരക്കാരുടെ രാഷ്ട്രീയം മാറ്റിവെച്ച് ഈ നേരത്തെ സമരം തുടങ്ങുന്നതിന് മുമ്പ് സമരക്കാർ ഉന്നയിച്ച ഓണറേറിയത്തിനായുള്ള 10 മാനദണ്ഡങ്ങൾ പിൻവലിക്കണം എന്നുള്ളൊരാവശ്യം സംസ്ഥാന സർക്കാർ അംഗീകരിച്ചു. ആ ഒരു കാര്യം സംസ്ഥാന സർക്കാർ അംഗീകരിച്ചതുകൊണ്ട് തന്നെ ഈ സമരം നിർത്തി സമരക്കാർ മറ്റാവശ്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ ഉന്നയിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. കാരണം 10,000 രൂപ ഫിക്സഡ് ഇൻസെന്റീവായിട്ട് ആശാ വർക്കർമാർക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ 8,200 രൂപയും നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. 8,200 രൂപ നൽകുന്ന സംസ്ഥാന സർക്കാരിനോട് സമരം ചെയ്യുകയും 1,200 രൂപ മാത്രം ഫിക്സഡ് ഇൻസെന്റീവായി നൽകുന്ന കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന സമീപനത്തെ ഒരു കാരണവശാലും സർക്കാർ അംഗീകരിക്കില്ല എന്നാണ് എം.പി. രാജേഷ് മറുപടിയായി പറഞ്ഞത്. അതേസമയം സമരത്തോട് നിഷേധാത്മകമായ സമീപനമാണ് സർക്കാരിനുള്ളത് എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സമരം തുടങ്ങിയ കാലം മുതൽ അവരെ പുച്ഛിക്കുകയും അവരെ അപമാനിക്കുകയും ചെയ്യുന്ന സമീപനം സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ പാർട്ടി നേതാക്കളുടെയും ഭാഗത്തു നിന്നും ഉണ്ടായി. അതിൽ ഈ സമരത്തിലൊരു ന്യായമുണ്ട്. ആ ന്യായമുള്ളതുകൊണ്ടാണ് പ്രതിപക്ഷം ഇതിനോടൊപ്പം ഉറച്ചു നിൽക്കുന്നത്. പാർലമെന്റിനകത്തും പുറത്തുമെല്ലാം തന്നെ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചു. കേന്ദ്രം ഈ വിഷയത്തിൽ ഇടപെടേണ്ടതില്ല എന്നല്ല പ്രതിപക്ഷത്തിന്റെ സമീപനം. കേന്ദ്രവും സംസ്ഥാന സർക്കാരും ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഈ വിഷയത്തിൽ ഭരണപക്ഷത്തിന്റെ സർക്കാരിന്റെ നിഷേധാത്മകമായുള്ള നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തുകയാണ്. ശരി, ആശാവർക്കർമാരുടെ സമരത്തോടുള്ള ഭരണപക്ഷത്തിന്റെ നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇപ്പോൾ സഭയിൽ നിന്ന് വാക്കൌട്ട് നടത്തിയിരിക്കുകയാണ്. പി.എസ്. വിനയാണ് നിയമസഭയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.